എന്തൊക്കെയായിരുന്നു അമ്പും വില്ലും, മലപ്പുറം കത്തി, അവസാനം പവനായി ശവമായി. നമസ്കാരം, ടീ ടൈം ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് താരമായിരുന്ന ബ്ലെസ്ലി അറസ്റ്റിലായി. ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിക്കുക, ഓൺലൈൻ സാമ്പത്തിക ഇടപാട് തട്ടിപ്പ് കൊടുവള്ളി കേന്ദ്രീകരിച്ചായിരുന്നു. ജോലി വാഗ്ദാനം ചെയ്ത് സൈബർ തട്ടിപ്പുകൾ സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലായി നടക്കുന്നുണ്ട്. ക്രിപ്റ്റോ കറൻസി, അതായത് ഇതിന് ഒരു കേന്ദ്ര ബാങ്കിൻ്റെയോ സർക്കാരിൻ്റെയോ നിയന്ത്രണമുണ്ടായിരിക്കില്ല. പകരം വികേന്ദ്രീകൃതമായ ഒരു ശൃംഖല വഴിയാണ് ഈ ഇടപാടുകൾ നിയന്ത്രിക്കുന്നത്. ഇത് ബാങ്കുകൾ പോലുള്ള ഇടനിലക്കാരെ ഒഴിവാക്കി നേരിട്ട് പണമിടപാടുകൾ നടത്താൻ സഹായിക്കുന്നു. അതാണ് ക്രിപ്റ്റോ കറൻസി. ഫ്യൂൽ അക്കൗണ്ട് വഴി വരുന്ന പണം ഇതുപോലെ ക്രിപ്റ്റോ കറൻസിയാക്കി ആ എമൗണ്ട് തട്ടിപ്പിൻ്റെ ഏറ്റവും ടോപ്പിലിരിക്കുന്ന ആൾക്കാർക്ക് കൈമാറുന്നു. ഇതാണ് ബ്ലെസ്ലി ചെയ്ത തെറ്റ്. ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് ക്രൈംബ്രാഞ്ചിൻ്റെ നിരീക്ഷണത്തിലായിരുന്നു. കുറച്ചു ദിവസം മുന്നേ ബ്ലെസ്ലിയെ പിടികൂടിയിരുന്നു. ഇപ്പോൾ ബ്ലെസ്ലിയെ കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുകയാണ് ചോദ്യം ചെയ്യാനായി. ഇതിനോടകം 100 ചില്ലാൻ കോടിയുടെ തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്. എന്താ ഒരു കഥ! എന്തായാലും കോഴിക്കോട് കൊടുവള്ളി കേന്ദ്രീകരിച്ചാണ് സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത്. കൊല്ലം ജില്ലയിലും ഇതുതന്നെയാണ് അവസ്ഥ. അവിടെയാണല്ലോ ബ്ലെസ്ലിയുടെ നാട്. എന്തായാലും നമ്മുടെ ക്രൈംബ്രാഞ്ച് പോലീസുകാർ മിടുക്കന്മാരാണ്, ഒന്നും പറയാനില്ല. ഇതിനോടകം 500-ൽ പരം അക്കൗണ്ടുകളാണ് ഇവർ വലവിരിച്ചിരിക്കുന്നത്. ജോലി ലഭിക്കാതെ, വിദ്യാഭ്യാസം കഴിഞ്ഞ് ജോലി ലഭിക്കാതെ മനസ്സുമടുത്തിരിക്കുന്ന നിരവധി ചെറുപ്പക്കാരുള്ള നമ്മുടെ നാട്ടിൽ ഇത്തരം തട്ടിപ്പുകൾക്ക് ഒരു ക്ഷാമവുമില്ല. ഇത് ആദ്യത്തെയല്ല. ഇതുപോലെ നിരവധി തട്ടിപ്പുകൾക്ക് ഇരയായിട്ടുള്ള മലയാളികൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇതിന് അറുതി വരില്ല എന്നത് സത്യം തന്നെയാണ്. ഇതെല്ലാം നമ്മുടെ മുന്നിൽ എപ്പോഴും നടക്കുന്ന സംഭവമായിട്ട് കൂടി വീണ്ടും വീണ്ടും ഒരു ജോലിക്കായി ചെന്ന് നമ്മുടെ ചെറുപ്പക്കാരായിട്ടുള്ള ജനങ്ങൾ പോയി വീഴുകയാണ് ഇങ്ങനെയുള്ള തട്ടിപ്പുകളിൽ. വീണ്ടും വീണ്ടും ഇതുപോലുള്ള തട്ടിപ്പുകാരുടെ കയ്യിൽ നമ്മളുടെ ചെറുപ്പക്കാർ വീഴാതിരിക്കാൻ വേണ്ടി നമുക്ക് ശ്രമിക്കാം, പ്രാർത്ഥിക്കാം. ഓക്കെ, ബൈ. നമുക്ക് വീണ്ടും കാണാം.